ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് തന്ന നാവ് വലിയ ഒരനുഗ്രഹമാണ്. നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ എത്രയാണ് അവർ പ്രയാസപ്പെടുന്നത്. ചില ആളുകൾക്ക് മദ്ഹ് ഗാനങ്ങൾ ചൊല്ലാൻ അവരുടെ നാവ് നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും. മദ്ഹ് ഗാനങ്ങൾ, ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം സിദ്ധിച്ച ആളാണ് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ശിഷ്യനാണ് അബ്ദുല്ലാഹിബ്നു റവാഹ എന്ന ശിഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളിൽ എടുത്തു പറയാവുന്ന ഒന്നാണ്, അദ്ദേഹം ഒരു മദ്ഹ് ബെയ്ത്തുകൾ ചൊല്ലുന്ന വ്യക്തിയായിരുന്നു. മൗലിദിൻ്റെ മജ്ലിസുകളിലും അല്ലാതെയും മുത്തുനബിയുടെ മദ്ഹുകൾ ചൊല്ലാൻ സാധിക്കുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതൊരു താണ പ്രവർത്തനമായി കാണരുത്. സ്വഹാബത്ത് മദ്ഹിൻ്റെ ബെയ്ത്തുകൾ ചൊല്ലിയിട്ടുണ്ട്, ചൊല്ലാറുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിൽ വെച്ച് അദ്ദേഹം മദ്ഹ് ഗാനങ്ങൾ ചൊല്ലുകയാണ്. മക്കയിൽ പള്ളിയിൽ ബെയ്ത്ത് ചൊല്ലുകയാണ്. ആ ബെയ്ത്ത് ചൊല്ലുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, യബ്ന റവാഹ അഫി ഹറമില്ലാഹി വഫി യദൈ റസൂലില്ലാഹി തഖൂലു അശ്ശിഅറ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻപിൽ വെച്ച്, മസ്ജിദുൽ ഹറാമിൽ വെച്ച് താങ്കൾ ബെയ്ത്ത് ചൊല്ലുകയാണോ? കാരണം ഇസ്ലാം വരുന്നതിന് മുൻപ് കവിതകൾ ചൊല്ലുന്ന പതിവുകളുണ്ട് അറബികൾക്ക്. പക്ഷെ ആ കവിതകൾ പോലെ ആണ് ഈ ബെയ്ത്തുകൾ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം വിമർശിച്ചത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖല്ലി അൻഹു യാ ഉമർ. ഉമറെ, അബ്ദുല്ലാഹിബ്നു റവാഹയെ വിട്ടേക്കൂ. അദ്ദേഹത്തിൻ്റെ ആ മദ്ഹ് ബെയ്ത്തുകൾ ഇസ്ലാമിന് വളരെ ഉപകാരപ്പെടും. ഇസ്ലാമിൻ്റെ മഹത്വങ്ങളും മുത്തുനബിയുടെ മഹത്വങ്ങളും ജനങ്ങൾ പാടട്ടെ, പറയട്ടെ. പ്രസംഗത്തേക്കാൾ പലപ്പോഴും മദ്ഹ് ബെയ്ത്തുകൾ മനുഷ്യൻ്റെ ഹൃദയത്തെ കീഴടക്കും. അങ്ങനെ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതകാലത്ത് നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വലിയ സേവനം ചെയ്തു. മദ്ഹ് ബെയ്ത്തുകളിലൂടെ ആ ഒരു പൊരുത്തം കൊണ്ട് തന്നെ അബ്ദുല്ലാഹിബ്നു റവാഹക്ക് അള്ളാഹു കൊടുത്ത വലിയ ഒരു അംഗീകാരമാണ് മുഅത്തത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ഷഹാദത്ത് ലഭിച്ചു. നമുക്ക് ലഭിക്കുന്ന ഓരോ ഭാഗ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നതിലൂടെ, നബിയുടെ മദ്ഹ് പറയുന്നതിലൂടെ, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിലൂടെ ആണ് നമുക്കുള്ള എല്ലാ വിജയവും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല സദസ്സുകളിൽ പങ്കെടുക്കാൻ, നമ്മുടെ നാവ് കൊണ്ട് നല്ലത് പറയാൻ, നല്ലത് പ്രചരിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.